കരുനാഗപ്പള്ളി കാട്ടിൽക്കടവ് പാലം നിർമ്മാണോദ്ഘാടനം നടന്നു. 44.89 കോടി രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ആലപ്പാട് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാട്ടിൽക്കടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസനം. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച മുന്നേറ്റം ഈ നാടറിഞ്ഞത്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോൾ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡുകൾ കുഴപ്പമുണ്ടായില്ല, പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60% ആയി എന്ന സന്തോഷത്തിൽ അറിയിക്കുകയാണ്. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഈ പാലത്തിന് 20 കോടി രൂപയുടെ ഭരണാനുമതിയായിരുന്നു ആദ്യമായി അനുവദിക്കുന്നത്. റിപ്പോർട്ട് ഇവിടെ വായിക്കുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെ പിന്നീട് ദേശീയ ജലപാത എന്നുള്ള കാഴ്ചപ്പാടിൽ വലിയ യാനങ്ങൾക്ക് കൂടി കടന്നു പോകണം എന്നുള്ളത് കൊണ്ട് നേരത്തെ എടുത്ത ഡിസൈനിൽ മാറ്റം വരുത്തേണ്ടതായി വന്നു. ഏതാണ്ട് ഇരട്ടി തുക, ഏതാണ്ട് 44 കോടിയോളം രൂപയുടെ എസ്റ്റിമേറ്റാണ് പിന്നീട്, ഡിസൈനിങ് ആണ് പിന്നീട് നടന്നത്. 2017 20 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച പ്രവൃത്തിക്ക് 2019 കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30.89 കോടി രൂപയുടെ സാമ്പത്തികാനുമതി ലഭിച്ചു. പാലത്തിന്റെ നിർമ്മാണത്തിലുള്ള പലവിധ മാറ്റങ്ങൾ കാരണം 2023 കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30.89 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു. എന്നാൽ പാലത്തിന്റെ നിർമ്മാണത്തിലുള്ള പലവിധ മാറ്റങ്ങൾ കാരണം 2023 44.89 കോടി രൂപയ്ക്ക് പുതുക്കിയ സാമ്പത്തിക അനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചു. ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തിക്കായി 1.09 കോടി രൂപ വിനിയോഗിച്ചു. 20 സ്പാനുകളിലായി 357.50 മീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. ഇതിൽ 55 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള സെൻട്രൽ സ്പാൻ ബോസ്ട്രിംഗ് മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 11 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പാലത്തിന് 7.50 മീറ്റർ വീതിയിൽ വാഹനപാതയും 1.50 മീറ്റർ വീതിയിൽ ഇരുവശത്തുമായി നടപ്പാത സൗകര്യവും ഒരുക്കും. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് 117 മീറ്റർ നീളത്തിലും കുലശേഖരപുരം ഭാഗത്ത് 140 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡ് നിർമ്മാണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്രോച്ച് റോഡിന്റെ വശങ്ങളിൽ സമീപവാസികൾക്കായുള്ള സർവീസ് റോഡും പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. യോഗത്തിൽ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PD അരുൺരാജ്, ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ത്രിദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം വരുൺ ആലപ്പാട്, പഞ്ചായത്ത് അംഗങ്ങളായ R കരൺരാജ്, രേഷ്മ S, G ദാസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ A അനിരുദ്ധൻ, അബ്ദുൽ സലാം, തൊടിയൂർ താഹ, ആക്ഷൻ കൗൺസിൽ സെക്രട്ടറി കൃഷ്ണദാസ്, കിഫ്ബി എഞ്ചിനീയർമാരായ ദീപ ഓമനക്കുട്ടൻ, ദീപ, സോണി, ശരണ്യ, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.